മഹ്ദി മസീഹിന്റെ ആവിർഭാവം. ഖുർആനിലും ഹദീഥിലുമുള്ള പ്രവചനം. മസീഹിന്റെയും മഹ്ദിന്റെയും ആഗമനത്തെക്കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രവചിച്ചിട്ടുണ്ടോ എന്നതാണ് എല്ലാറ്റിലും മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം. ഇതിനുള്ള സമാധാനമാവട്ടെ അവരുടെ വരവിനെക്കുറിച്ചുള്ള പ്രവചനം നിഷേധിക്കാൻ കഴിയാത്ത വിധം വ്യക്തമാണെന്നുള്ളതാണ്. അവസാനകാലത്ത് മുസ്ലിങ്ങൾക്കിടയിൽ മസീഹും മഹ്ദിയും വരുമെന്നും അവർ മുഖേന ഇസ്ലാം അതിൻ്റെ ശോച്യാവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് ലോകത്ത് വീണ്ടും പ്രബലപ്പെടുമെന്നും തുടർന്ന് അതിൻ്റെ ആ വിജയം ലോകാവസാനം വരെ നിലനിൽക്കുമെന്നുമുള്ള കാര്യത്തിൽ മുസ്ലിം സമുദായം ഏകാഭിപ്രായക്കാരാണ്. ഈ പ്രവചനം വിശുദ്ധ ഖുർആനിലുള്ളതാണ്. ശരിയായ ഹദീഥുകളിലും ഈ പ്രവചനമുണ്ട്. മസീഹിന്റെ വരവിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഇപ്രകാരം പറയുന്നു: വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമലുസ് സ്വാലിഹാതി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദി കമാ സ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരോട് അല്ലാഹു വാഗ്ദാനം നൽകിയിരിക്കുന്നു. ഏതുവിധം അവർക്ക് മുമ്പേ കഴിഞ്ഞവരിൽ അവൻ ഖലീഫമാരെ നിലനിർത്തിയോ അതേ വിധത്തിൽ അവരിലും ഖലീഫമാരെ നിലനിർത്തുമെന്ന്. വിശുദ്ധ ഖുർആൻ 24:56. ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല. നാം ഏതുപ്രകാരം ഫിർഔനിന്റെ അടുക്കലേക്കൊരു ദൂതനെ അയച്ചുവോ അതുപ്രകാരം നിങ്ങൾക്ക് സാക്ഷിയായിക്കൊണ്ട് ഒരു ദൂതനെ നിങ്ങളുടെ അടുക്കലേക്ക് നാം അയച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ 73:16. അല്ലാഹു ഈ വാക്യത്തിൽ നബി തിരുമേനിയെ മൂസാ നബിയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. ആ നിലയ്ക്ക് സൂറ നൂറിലെ വാക്യത്തിൽ അവർക്ക് മുമ്പേ കഴിഞ്ഞവർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് മൂസാ നബിയുടെ ജനങ്ങളാണെന്ന് വ്യക്തമായി. ഇനി നമുക്ക് മൂസാ നബിയുടെ ജനങ്ങളിൽ വന്ന ഖലീഫമാരെ നോക്കാം. മൂസാ നബിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ജനങ്ങളിൽ തൗറാത്തിന്റെ സേവനത്തിനായി തുടരെ അനേകം ഖലീഫമാർ വന്നുകൊണ്ടിരുന്നു. അവസാനം 13 നൂറ്റാണ്ടുകൾക്ക് ശേഷം മസീഹിന്റെ ആവിർഭാവമുണ്ടായി. അദ്ദേഹം മൂസാ നബിയുടെ ഖലീഫമാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിരുന്നു. മൂസവിയ ഉമ്മത്തിലെ ഖാത്തമുൽ ഖുലഫായായിരുന്നു അദ്ദേഹമെന്നു പറയാം. ഖലീഫമാരുടെ ആഗമനം സംബന്ധിച്ച് നബി തിരുമേനിയുടെ ജനത്തെ മൂസാ നബിയുടെ ജനത്തോട് ഉപമിക്കുകയും മൂസാ നബിയുടെ ജനങ്ങളിൽ ഖലീഫമാർ വന്നുകൊണ്ടിരുന്നതുപോലെ നബി തിരുമേനിയുടെ ഉമ്മത്തിലും ഖലീഫമാർ വരുമെന്ന് വാഗ്ദാനം ചെയ്യപ്പെടുകയും ചെയ്തിരിക്കയാൽ മുസ്ലിം ജനതയിൽ അവസാനമായി ഇസ്രായേലി മസീഹിന്റെ പ്രകൃതിയോടു കൂടിയ ഖാത്തമുൽ ഖുലഫായി എന്ന സ്ഥാനമർഹിക്കുന്ന ഒരു ഖലീഫ വരേണ്ടത് അത്യാവശ്യമാണ്. സൂറ നൂറിലെ മേൽവാക്യത്തിൽ മുസ്ലിങ്ങൾക്കായി സാധാരണ ഖലീഫമാരുടെ ആഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം അടങ്ങിയിരിക്കുന്നത് പോലെ തന്നെ ഇസ്രായേലി മസീഹിന്റെ സദൃശനും മഹാശ്രേഷ്ഠനുമായ ഒരു ഖലീഫയുടെ ആഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനവും അടങ്ങിയിട്ടുണ്ടെന്ന് ഇതുകൊണ്ട് സ്ഥാപിതമായി. അദ്ദേഹം മുഹമ്മദി മസീഹ് എന്ന് വിളിക്കപ്പെടുന്നതാണ്. ഒരു ഹദീഥിൽ നബി തിരുമേനിയും ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു: വല്ലദീ നഫ്സി ബിയദിഹി ലയൂഷികന്ന അൻ യൻസിറ ഫീകും ഇബ്നു മറിയം ഹക്കമൻ അദലൻ ഫയുകസ്സിറ സ്വലീബ വയഖ്തുലൽ ഖിൻസീറ വയളഅൽ ഹർബ. സഹീഹുൽ ബുഖാരി. ഏതൊരുവന്റെ കയ്യിൽ എൻ്റെ ജീവനിരിക്കുന്നുവോ അവനാണേ നിശ്ചയമായും വിധികർത്താവും നീതിമാനുമായി നിങ്ങളിൽ ഇബ്നു മറിയം ഇറങ്ങും. അദ്ദേഹം കുരിശുമുറിക്കുകയും പന്നിയെ കൊല്ലുകയും ജസിയ ഇല്ലാതാക്കുകയും ചെയ്യും. സഹീഹുൽ ബുഖാരി. ഇതുപോലെ തന്നെ മറ്റു പല ഹദീസുകളിലും മസീഹിന്റെ ആവിർഭാവത്തെക്കുറിച്ച് പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ സംഗതി മഹദിയുടെ ആഗമനമാണ്. അത് സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നു: ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വഇൻ കാനൂ മിൻ ഖബ്ലു ലഫി ളലാലിൻ മുബീനിൻ വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം വഹുവൽ അസീസുൽ ഹകീം. അവനത്രേ അക്ഷരജ്ഞാനമില്ലാത്ത ആ ജനതയിൽ, അതായത് അറബികളിൽ, അവരിൽ നിന്നുള്ള ഒരു ദൂതനെ എഴുന്നേൽപ്പിച്ചിട്ടുള്ളത്. ആ ദൂതൻ അവൻ്റെ വചനങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും അവർക്ക് ഗ്രന്ഥവും തത്വശാസ്ത്രവും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇതിനു മുമ്പേ അവർ സ്പഷ്ടമായ വഴികേടിലായിരുന്നു. അവരോടൊപ്പം ഇതേവരെ ചേർന്നിട്ടില്ലാത്ത അവരിൽ നിന്നുള്ള മറ്റൊരു ജനതയിലും അവൻ ദൂതനെ എഴുന്നേൽപ്പിക്കുന്നതാണ്. അവൻ പ്രതാപവാനും അഗാധജ്ഞനുമാകുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമുഅ ആയത്തുകൾ 3-4. ഇവിടെ അല്ലാഹു നബി തിരുമേനിയുടെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നു. നബി തിരുമേനിയുടെ ഗുണഗണങ്ങളിൽ തികവെത്തിയ ഒരു പ്രതിപുരുഷൻ എഴുന്നേൽപ്പിക്കപ്പെട്ടാലല്ലാതെ പിന്നീട് വരുന്ന ജനങ്ങളെ പരിപാലിക്കുന്ന ജോലി
നിർവഹിക്കുക നബി തിരുമേനിക്ക് സാധ്യമല്ലെന്നത് പ്രത്യക്ഷമാണ്. ആ പ്രതിപുരുഷന്റെ ആഗമനം അദ്ദേഹത്തിൻ്റെ ആഗമനം പോലെയായിരിക്കണം. ആ പ്രതിപുരുഷൻ അദ്ദേഹത്തിൽ നിന്ന് ശക്തി നേടുകയും അദ്ദേഹത്തിൻ്റെ കാലടിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉമ്മത്തിനെ പരിഷ്കരിക്കുകയും വേണം. ആ പ്രതിപുരുഷനാണ് മഹദി. എന്തെന്നാൽ മേൽപ്പറഞ്ഞ വചനമിറങ്ങിയപ്പോൾ ആ മറ്റൊരു ജനതയെന്നു പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആരാണെന്ന് സ്വഹാബികൾ നബി തിരുമേനിയോട് ചോദിച്ചതായി ഹദീസിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു. അതിനു നബി തിരുമേനി തൻ്റെ അനുചരന്മാരിൽ ഒരാളായ സൽമാനുൽ ഫാരിസിയുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, സത്യവിശ്വാസം സുറയ്യ എന്ന നക്ഷത്രത്തിലേക്ക് പറന്നു പോവുകയാണെങ്കിൽ തന്നെയും, അതായത് ലോകത്തിൽ നിന്ന് നിശേഷം അന്തർധാനം ചെയ്യുകയാണെങ്കിൽ തന്നെയും, ഇദ്ദേഹത്തിൻ്റെ കൂട്ടക്കാരായ ഫാരിസികളിൽ നിന്നുള്ള ഒരാൾ അതിനെ അവിടെ നിന്ന് മടക്കിക്കൊണ്ടുവരികയും വീണ്ടും ലോകത്ത് സ്ഥാപിക്കുകയും ചെയ്യും. സ്വഹീഹ് ബുഖാരി തഫ്സീർ സൂറത്തുൽ ജുമുഅ. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജുമുഅയിൽ നബി തിരുമേനിയുടെ ഗുണങ്ങളിൽ തികവെത്തിയ ഒരു പ്രതിപുരുഷന്റെ ആഗമനത്തെക്കുറിച്ചുള്ള പ്രവചനമടങ്ങിയിരിക്കുന്നു. അദ്ദേഹമാണ് മഹദി. കൂടാതെ അനേകം ഹദീസുകളിലും മഹദിയെ സംബന്ധിച്ച പ്രവചനങ്ങളുണ്ട്. ഉദാഹരണമായി അബൂദാവൂദിലെ ഒരു ഹദീസ് ഇങ്ങനെ വായിക്കുന്നു: ലൗലം യബ്ഖ മിനദ് ദുനിയ ഇല്ലാ യൗമുൻ ലതവ്വലല്ലാഹു ദാലിക്കൽ യൗമ ഹത്താ യബ്അസ ഫീഹി റജുലൻ മിന്നി ഔ മിൻ അഹ്ലി ബൈതി യുവാതിഉ ഇസ്മുഹു ഇസ്മി വ ഇസ്മു അബീഹി ഇസ്മു അബി യംലഉൽ അർദ ഖിസ്തൻ വഅദ്ലൻ കമാ മുൽഅത് ദുൽമൻ വജൗറൻ. അബൂദാവൂദ് കിതാബുൽ മഹ്ദി. ലോകത്തിൻ്റെ ആയുസ്സിൽ ഒരു ദിവസമേ ബാക്കിയുള്ളൂവെങ്കിൽ പോലും ഒരാളെ എഴുന്നേൽപ്പിക്കുന്നതിനു വേണ്ടി അള്ളാഹു ആ ദിവസത്തെ ദീർഘിപ്പിക്കും. അദ്ദേഹം എന്നിൽ നിന്നോ എൻ്റെ അഹ്ലുബൈത്തിൽ നിന്നോ ഉള്ള ആളായിരിക്കും. അദ്ദേഹത്തിൻ്റെ പേർ എൻ്റെ പേരോടനുസരിച്ചതും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേർ എൻ്റെ പിതാവിൻ്റെ പേരോടനുസരിച്ചതുമായിരിക്കും. അദ്ദേഹം ലോകത്തെ നീതിന്യായങ്ങൾ കൊണ്ട് നിറയ്ക്കും. അതിനു മുമ്പേ അക്രമവും അനീതിയും നിറഞ്ഞിരുന്നതുപോലെ. അബൂദാവൂദ് ജിൽദ് 1 കിതാബുൽ മഹദി. ഈ ഹദീസ് കൊണ്ട് വ്യക്തമാകുന്നത് വരാനിരിക്കുന്ന മഹദി നബി തിരുമേനിയുടെ ഗുണങ്ങളിൽ തികവെത്തിയ ഒരു പ്രതിപുരുഷനായിരിക്കുമെന്നും ആധ്യാത്മികമായ നിലയിൽ അദ്ദേഹത്തിൻ്റെ വരവ് നബി തിരുമേനിയുടെ വരവായിരിക്കുമെന്നുമാണ്. ചുരുക്കത്തിൽ ഇസ്ലാമിൽ മസീഹിൻ്റെയും മഹദിയുടെയും വരവിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. മുസ്ലിങ്ങളിലുള്ള കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമാണിത്. ഇക്കാലത്ത് മുസ്ലിം ലോകം മുഴുവനും വളരെ ആവേശത്തോടുകൂടി മസീഹിൻ്റെയും മഹദിയുടെയും വരവ് കാത്തിരിക്കുകയാണ്. അവരുടെ വരവിനോട് ബന്ധമാണ് തങ്ങളുടെ അഭിവൃദ്ധി നിലകൊള്ളുന്നതെന്ന് മുസ്ലിം സമൂഹം വിശ്വസിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനും തിരുമേനിയും മസീഹിനെ പറ്റിയും മഹദിയെ പറ്റിയും പ്രവചിച്ചതുപോലെ തന്നെ അവരെ സംബന്ധിച്ച ചില അടയാളങ്ങളും വിവരിച്ചിട്ടുണ്ട്. ആ അടയാളങ്ങൾ ഹസ്രത്ത് അഹ്മദിൻ്റെ ആഗമനത്തിൽ പൂർത്തിയായിട്ടുണ്ടോ എന്ന് അള്ളാഹുവിൻ്റെ സുന്നത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിനു മുമ്പേ മസീഹിൻ്റെയും മഹദിയുടെയും സംബന്ധിച്ച മുസ്ലിംകൾക്കിടയിൽ പരന്നിട്ടുള്ള 2 തെറ്റിദ്ധാരണകൾ അകറ്റേണ്ടത് അത്യാവശ്യമാകുന്നു. ആ തെറ്റിദ്ധാരണകൾ നീങ്ങാതിരിക്കുന്നിടത്തോളം ഹദ്രത്ത് അഹ്മദിൻ്റെ വാദങ്ങൾ പ്രഥമ വീക്ഷണത്തിൽ തന്നെ മുസ്ലിംകൾക്ക് സ്വീകാര്യമല്ലാതെ വരുന്നതാണ്. ആ തെറ്റിദ്ധാരണകൾ താഴെ പറയുന്നവയാണ്. 1. ഈസാ നബി അലൈഹിസ്സലാം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ. 2. മസീഹും മഹ്ദിയും ഒരാൾ തന്നെയോ അഥവാ 2 വ്യത്യസ്ത വ്യക്തികളോ. ഈസാ നബി അലൈഹിസ്സലാം ആകാശത്തിൽ സ്ഥൂലദേഹത്തോടുകൂടി ജീവിച്ചിരിപ്പുണ്ടെന്നും അദ്ദേഹം തന്നെയാണ് അവസാന കാലത്ത് ഇറങ്ങി വരികയെന്നും ഇക്കാലത്തെ മുസ്ലിംകൾക്കിടയിൽ തെറ്റുദ്ധാരണ പരന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ മസീഹും മഹദിയും 2 വ്യത്യസ്ത വ്യക്തികളാണെന്ന തെറ്റുദ്ധാരണകൾ നിമിത്തം സാധാരണ മുസ്ലിംകൾ ഹദ്രത്ത് അഹ്മദിൻ്റെ വാദങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ആദ്യമായി നമുക്ക് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. വബില്ലാഹി തൗഫീഖ്. ഈസാ അലൈഹിസ്സലാം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ല. ഒന്നാമതായി പരിശോധിക്കേണ്ടത് ഈസാ നബി ആകാശത്തിൽ സ്ഥൂല ശരീരത്തോടുകൂടി വാസമുറപ്പിച്ചിട്ടുണ്ടോ എന്നതാണ്. അദ്ദേഹം സ്ഥൂല ശരീരത്തോടുകൂടി ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടതായും ഇപ്പോഴും അവിടെ താമസിച്ചു വരുന്നതായും വിശുദ്ധ ഖുർആനിൽ നിന്നോ ശരിയായ ഹദീസുകളിൽ നിന്നോ ഒരു പ്രകാരത്തിലും തെളിയുന്നില്ല എന്നതാണ് അതിനുള്ള മറുപടി. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫീഹ തമൂത്തൂന വമിൻഹ തുഖ്റജൂന. നിങ്ങൾ അതിൽ തന്നെ ജീവിക്കും, അതിൽ തന്നെ നിങ്ങൾ മരിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ 7:26. ഭൂമിയിൽ മനുഷ്യന് 2 അവസ്ഥകളെയാണ് നേരിടാനുള്ളത്: ജീവിതവും മരണവും.
ഇവ രണ്ടിനെയും അള്ളാഹു ഭൂമിയോട് നിബന്ധിച്ചിരിക്കുകയാണ്. ഈ രണ്ടവസ്ഥകളുടെയും കാരം മനുഷ്യൻ ഭൂമിയിൽ വെച്ച് തന്നെ കഴിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഉത്ഭവിക്കുന്ന ചോദ്യം, ഈസാ നബി ഒരു മനുഷ്യനായിരിക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ വലിയൊരു ഭാഗം എങ്ങനെ ആകാശത്തിൽ കഴിക്കാൻ തുടങ്ങിയെന്നതാണ്. അദ്ദേഹത്തെ ആകാശത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ മനുഷ്യൻ അവൻ്റെ ജീവിതകാലം ഭൂമിയിൽ തന്നെ കഴിക്കണമെന്ന തൻ്റെ ഖണ്ഡിതമായ നിയമം അള്ളാഹു മറന്നുപോയോ? തീർച്ചയായും ഇല്ല. ഈസാ നബി ഒരിക്കലും ആകാശത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ടിട്ടില്ലെന്നും നേരെ മറിച്ച് മറ്റുള്ള മനുഷ്യരെ പോലെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഈ ഭൂമിയിൽ തന്നെ കഴിച്ചുകൂട്ടുകയാണ് ചെയ്തതെന്നുമാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. വീണ്ടും നബി തിരുമേനിയെ സംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ല ബഷറർ റസൂല. അല്ലയോ റസൂലെ, ആകാശത്തിലേക്ക് കയറിപ്പോയിക്കൊണ്ട് ഒരു അടയാളം കാണിക്കാൻ അവിശ്വാസികൾ നിന്നോട് ആവശ്യപ്പെടുന്നു. നീ അവരോട് പറയുക, എൻ്റെ റബ്ബ് പരിശുദ്ധനാണ്, ഞാനൊരു ദൂതനായ മനുഷ്യൻ മാത്രമാണ്. വിശുദ്ധ ഖുർആൻ 17:94. ഈ വാക്യത്തിനൊരു വ്യാഖ്യാനം ആവശ്യമില്ല. മനുഷ്യനായിരിക്കുന്ന അവസ്ഥയിൽ തനിക്ക് സ്ഥൂലദേഹത്തോടുകൂടി ആകാശത്തിലേക്ക് പോവുക സാധ്യമല്ല എന്ന് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസ്താവിച്ചിരിക്കുന്നു. അതാണ് സ്ഥിതിയെങ്കിൽ ഈസാ നബി ഒരു മനുഷ്യനായിരുന്നിട്ടും ആകാശത്തിലേക്ക് സ്ഥൂലദേഹത്തോടുകൂടി പോവുക എന്നത് മനുഷ്യനേക്കാൾ ഉപരിയായ ഒരു സൃഷ്ടിയാണ് അദ്ദേഹം എന്ന് സ്ഥാപിക്കുന്നില്ലയോ? പ്രസ്തുത വാക്യം വിശുദ്ധ ഖുർആനിലുള്ളപ്പോൾ ഈസാ നബി ആകാശത്തിൽ ജീവനോടുകൂടി ഉയർത്തപ്പെട്ടുവെന്ന് പറയാൻ ഏതൊരു മുസൽമാനു ധൈര്യമുണ്ടാകും? പ്രവാചകന്മാരിൽ ശ്രേഷ്ഠൻ ഹസ്രത്ത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി പറയുന്നത്, ജീവനോടും സ്ഥൂലദേഹത്തോടുകൂടി ആകാശത്തിലേക്ക് പോകുന്നതിന് തനിക്ക് തടസ്സമായിരിക്കുന്നത് താൻ മനുഷ്യനാണെന്നുള്ള അവസ്ഥയാണെന്നാണ്. ആ സ്ഥിതിക്ക് അദ്ദേഹത്തെക്കാൾ തീർച്ചയായും പദവിയിൽ താഴ്ന്ന ഈസാ നബി എങ്ങനെ ആകാശത്തിലേക്ക് കയറിപ്പോയി? കഷ്ടം. ഈസാ നബിയെ ആകാശത്തിൽ കയറ്റിയിരുത്തിക്കൊണ്ട് മുസ്ലിങ്ങൾ തങ്ങളുടെ പരിശുദ്ധ നബിയെ അപമാനിക്കുക മാത്രമല്ല, അടിതൊട്ട് മുടിയോളം അബദ്ധമായൊരു വിശ്വാസത്താൽ ക്രിസ്ത്യാനികൾക്ക് സഹായികളാവുക കൂടി ചെയ്യുന്നുണ്ട്. ഇവിടെ സ്വാഭാവികമായി ഒരു ചോദ്യം ഉത്ഭവിക്കുന്നുണ്ട്. നബി തിരുമേനിക്ക് ജീവനോടും സ്ഥൂലദേഹത്തോടും കൂടി ആകാശത്തിലേക്ക് പോകുന്നതിന് അദ്ദേഹത്തിൻ്റെ മനുഷ്യനാണെന്നുള്ള അവസ്ഥയാണ് വിഘാതമെന്ന് അള്ളാഹു വ്യക്തമായി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കെ മിഅ്റാജിൻ്റെ സമയത്ത് എങ്ങനെ അദ്ദേഹം ആകാശത്തിലേക്ക് പോയി എന്നതാണ്. അതിനുള്ള ഉത്തരമെന്തെന്നാൽ, അദ്ദേഹം മിഅ്റാജിൽ സ്ഥൂലദേഹത്തോടു കൂടിയാണ് ആകാശത്തിലേക്ക് പോയതെന്ന ധാരണ തെറ്റാകുന്നു. മിഅ്റാജ് ഭാവിയിലെ അഭിവൃദ്ധികളെക്കുറിച്ച് നബി തിരുമേനിക്ക് അള്ളാഹു കാണിച്ചു കൊടുത്ത ഒരു ഉത്കൃഷ്ടമായ ആത്മീയ ദർശനമാണെന്നുള്ളതാണ് പരമാർത്ഥം. ആ അഭിവൃദ്ധികൾ യഥാസമയം ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മിഅ്റാജ് സ്ഥൂലദേഹത്തോടു കൂടിയുള്ള സംഭവമായിരുന്നില്ല, നേരെ മറിച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ആത്മീയ ദർശനമായിരുന്നു. ആ ദർശനത്തിൽ അള്ളാഹു നബി തിരുമേനിയെ കൊണ്ട് ആകാശ പര്യടനം ചെയ്യിക്കുകയും ഭാവിയെ സംബന്ധിച്ച നിസ്തുലയായ അഭിവൃദ്ധികളുടെ രൂപം അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. ഇതിൽ നിന്ന് നല്ലതുപോലെ വ്യക്തമാകുന്നുണ്ട്. കൂടാതെ ഹദീസിൽ മിഅ്റാജിനെ പറ്റി ഖുമ്മു തൈഖല എന്നും പറഞ്ഞിരിക്കുന്നു. അതായത് അതിനുശേഷം നബി തിരുമേനി ഉണർന്നുവെന്ന് ബുഖാരി കിതാബ് തൗഹീദ്. മിഅ്റാജ് സ്ഥൂലദേഹത്തോടു കൂടിയുള്ള ഒരു ആകാശയാത്രയായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ ഇതിലധികമായ തെളിവെന്ത് വേണം? ഇത്രയും വ്യക്തമായ വാക്യങ്ങൾ ഉണ്ടായിട്ടും മുസ്ലിങ്ങൾ തെറ്റായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നത് ആശ്ചര്യകരമായിരിക്കുന്നു. ഈസാ നബി സ്ഥൂലദേഹത്തോടുകൂടി ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആനിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഞങ്ങൾക്ക് കാണിച്ചു തരികയാണെങ്കിൽ എല്ലാവരെക്കാളും മുമ്പേ ഞങ്ങളത് വിശ്വസിക്കാൻ സന്നദ്ധരാണ്. പക്ഷേ ഈസാ നബി സ്ഥൂലദേഹത്തോടുകൂടി ആകാശത്ത് ജീവിച്ചിരിക്കുകയാണെന്ന് തെളിയിക്കുന്ന ഒരൊറ്റ വചനം പോലും വിശുദ്ധ ഖുർആനിൽ ഇല്ലെന്നുള്ളതാണ് പരമാർത്ഥം. വിശുദ്ധ ഖുർആനിൽ ഈസാ നബിയെ സംബന്ധിച്ച് റഫഅഹുല്ലാഹു ഇലൈഹി, അള്ളാഹു അദ്ദേഹത്തെ അവങ്കലേക്ക് ഉയർത്തി എന്ന് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ജീവനോടുകൂടി ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നതിന് ഒരു വിധത്തിലും തെളിവല്ല. എന്തെന്നാൽ ഉയർത്തുക എന്നതിൻ്റെ ഉദ്ദേശ്യം ശാരീരികമായ ഉയർത്തലല്ല, ആധ്യാത്മികമായ ഉയർത്തലാണ്. ബലഅം ബാവൂറിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് നോക്കുക, വലൗ ശിഇനാ ലറഫഅതുഹു ബിഹാ വലാകിന്നഹു അഖ്ലദ ഇലൽ അർദ്. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവ വഴി അവനെ നാം ഉയർത്തുമായിരുന്നു, എന്നാൽ അവൻ ഭൂമിയിലേക്ക് ചാഴുകയാണുണ്ടായത്. വിശുദ്ധ ഖുർആൻ 7:177. ഇവിടെ ഉയർത്തൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ശാരീരികമായ ഉയർത്തലല്ലെന്നും നേരെ മറിച്ച് ആധ്യാത്മികമായ ഉയർത്തലാണെന്നും എല്ലാവരും സമ്മതിക്കുന്നു. ഉയർത്തലിനെതിരായി ഭൂമിയിലേക്ക് ചാഴ്ന്നു എന്നിവിടെ പറയുകയും ചെയ്തിരിക്കുന്നു. ആ സ്ഥിതിക്ക് ഉയർത്തുക എന്ന പദത്തിന് ഈസാ നബിയെ സംബന്ധിച്ച് ഉപയോഗിച്ചിടത്ത് അത് ശാരീരികമായ ഉയർത്തൽ എന്നർത്ഥമെടുക്കാൻ എന്തു ന്യായമാണുള്ളത്? റഫഅ എന്ന പദം മറ്റുള്ളവരെ സംബന്ധിച്ചാവുമ്പോൾ ആധ്യാത്മികമായ ഉയർത്തലെന്നും ഈസാ നബിയെ സംബന്ധിച്ചാവുമ്പോൾ ശാരീരികമായ ഉയർത്തലെന്നും അർത്ഥം കൽപ്പിക്കത്തക്ക വിധം ഈസാ നബിക്ക് എന്തു സവിശേഷതയാണുള്ളത്?
പ്രത്യേകിച്ച് ഈസാ നബിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഉയരൽ മരണത്തിനു ശേഷമാണ് ഉണ്ടായതെന്ന് വിശുദ്ധ ഖുർആൻ സൂറഹ ആലി ഇമ്രാനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മരണാനന്തരമുണ്ടാവുന്ന ഉയർത്തൽ ആധ്യാത്മികമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മേൽപ്പറഞ്ഞ വാക്യത്തിൽ ഈസാ നബിയെ ഉയർത്തിയത് ആകാശത്തിലേക്കാണെന്നല്ല, നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു എല്ലാ സ്ഥലത്തുമുണ്ട്, ആകാശത്തിൽ മാത്രം പരിമിതനല്ല. അപ്പോൾ അവൻ്റെ അടുക്കലേക്ക് ഉയർത്തി എന്നതിന് ആകാശത്തിലേക്ക് ഉയർത്തി എന്ന് എങ്ങനെ അർത്ഥം പറയാൻ സാധിക്കും? അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തി എന്നതിന് ആധ്യാത്മികമായ ഉയർത്തൽ എന്ന ഒരേയൊരു അർത്ഥം മാത്രമേ സ്വീകരിക്കാൻ നിവൃത്തിയുള്ളൂ. കാരണം അള്ളാഹു എല്ലായിടത്തും ഹാജറുള്ളവനും എല്ലാം കാണുന്നവനുമാണ്. അതിനാൽ ശാരീരികമായ ഉയർത്തലിനെ ഒരു വിധത്തിലും അവനോട് സംബന്ധിപ്പിക്കുവാൻ വയ്യ. അള്ളാഹുവിൻ്റെ അടുക്കലേക്കുള്ള ഈസാ നബിയുടെ ഉയരൽ ശാരീരികമാണെന്ന് സങ്കല്പിക്കുന്നതെങ്കിൽ ആ വചനം തന്നെ നിരർത്ഥകമായി തീരുന്നതാണ്. എന്തെന്നാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം എവിടെയായിരുന്നുവോ അവിടെ തന്നെ അദ്ദേഹത്തെ നിർത്തി എന്നായിരിക്കും. അള്ളാഹു എല്ലായിടത്തും ഉള്ളവനാണല്ലോ. അതുകൊണ്ട് ഈസാ നബിയുടെ ഉയരൽ ശാരീരികമല്ല, ആധ്യാത്മികമാണെന്ന് സ്പഷ്ടമായി. ഒരു ഹദീസിൽ നബി തിരുമേനി ഇപ്രകാരം പറയുന്നു: ഇദാ തവാലഅൽ അബ്ദു റഫഅഹുല്ലാഹു ഇലസ് സമാഇസ് സാബിഅ. അള്ളാഹുവിൻ്റെ അദിയാൻ വിനയം കൈക്കൊള്ളുകയാണെങ്കിൽ അള്ളാഹു അവനെ 7-ാം ആകാശത്തിലേക്ക് ഉയർത്തും. കൻസുൽ ഉമ്മാൽ ജിൽദ് 2. ഈ സ്ഥലത്തും സ്ഥൂലദേഹത്തോടുകൂടി ആകാശത്തിലേക്ക് ഉയർത്തി എന്നർത്ഥം കൽപ്പിക്കുവാൻ കഴിയുമോ? അങ്ങനെ കൽപ്പിക്കുകയാണെങ്കിൽ ഈ വചനത്തിലടങ്ങിയ അള്ളാഹുവിൻ്റെ വാഗ്ദാനം നഊദുബില്ലാഹ് കളവാണെന്ന് സമ്മതിക്കേണ്ടി വരും. കാരണം നബി തിരുമേനിയും സഹാബത്തും അവർക്ക് ശേഷമുള്ള ലക്ഷോപലക്ഷം മുസ്ലിങ്ങളും അള്ളാഹുവിനു വേണ്ടി വിനയം കൈക്കൊണ്ടവനായിരുന്നു. എന്നിട്ടും അവരിൽ ഒരാൾ പോലും ആകാശത്തിലേക്ക് സ്ഥൂലദേഹത്തോടുകൂടി ഉയർത്തപ്പെട്ടില്ല. അതിനാൽ ഇവിടെയും വിനയം കൈക്കൊള്ളുന്നവർ സ്ഥൂലദേഹത്തോടുകൂടി ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുമെന്നല്ല, നേരെ മറിച്ച് അള്ളാഹു അവരുടെ പദവി ഉയർത്തുകയും അവർക്ക് ആധ്യാത്മികമായ ഉയർച്ച കൈവരുത്തുകയും ചെയ്യുമെന്നാണ് അർത്ഥമെടുക്കേണ്ടതെന്ന് വ്യക്തമാണ്. ആകാശമെന്ന പദമുണ്ടായിട്ട് കൂടിയും ഈ അർത്ഥമാണ് ഞങ്ങളുടെ എതിരാളികളായ ഉലമാക്കൾ പോലും ഈ വചനത്തിൽ നൽകുന്നത്. പിന്നെ എന്തിന് ഈസാ നബിയെക്കുറിച്ച് മാത്രം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തി എന്ന് പറയുമ്പോൾ സ്ഥൂലദേഹത്തോടുകൂടി ആകാശത്തിലേക്ക് ഉയർത്തി എന്നർത്ഥം കൽപ്പിക്കണം? ഈസാ നബി അലൈഹിസ്സലാമിയുടെ മരണം. ഈസാ നബി ഒരിക്കലും സ്ഥൂലദേഹത്തോടുകൂടി ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ലെന്നും നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ വിധിയനുസരിച്ച് അദ്ദേഹം ജീവിതകാലം മുഴുവനും ഈ ഭൂമിയിൽ കഴിച്ചുകൂട്ടുകയാണുണ്ടായതെന്നും അള്ളാഹുവിൻ്റെ കൃപയാൽ വിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിയിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ദൈവസഹായം കൊണ്ട് തെളിയിക്കാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം മരിച്ചുപോയിരിക്കുന്നു എന്നാണ്. ഈസാ നബി മരിച്ചുപോയിരിക്കുന്നു എന്ന് തെളിയിക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയിൽപ്പെട്ട കാര്യമേ അല്ല. കാരണം എല്ലാവർക്കും അറിയാം ലോകം നാശത്തിൻ്റെ ഗേഹമാണെന്നും ഇവിടെ ജനിക്കുന്നവരെല്ലാം മരിക്കുമെന്നും. വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കുക: കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ജീവിക്കും മരണം നിശ്ചയിക്കപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ 2:9-5-8. എന്നാൽ ഈസാ നബി മരിച്ചിട്ടില്ലെന്നുള്ളൊരു വിശ്വാസം പൊതുജനങ്ങളിൽ പരന്നു വശമായിട്ടുണ്ട്. ഇതൊരു തെറ്റായ ധാരണയാണ്. ഇത് നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു: വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ അഫ ഇമ്മാ തഅഖുതിലൻ ഖലദതും അലാ അഖാബിക്കും. മുഹമ്മദ് അള്ളാഹുവിൻ്റെ ഒരു റസൂൽ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പെയുള്ള റസൂൽമാരെല്ലാം കാലഗതി പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുതികാലുകളിന്മേൽ പിന്തിരിഞ്ഞു കളയുമോ? വിശുദ്ധ ഖുർആൻ 3:145. ഈ വചനത്തിൽ അള്ളാഹു ഈസാ നബിയുടെ മരണം ഖണ്ഡിതമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. നബി തിരുമേനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന റസൂൽമാരെല്ലാം ഒന്നൊഴിയാതെ മരണപ്പെട്ടു പോയിരിക്കുന്നുവെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ വചനത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഖല എന്ന പദത്തിന് മരിക്കുക എന്നു മാത്രമല്ല, സ്ഥലം വിടുക, കഴിഞ്ഞു പോവുക എന്നുകൂടി അർത്ഥമുണ്ടെന്നും ഏതൊരാൾ ആകാശത്തിലേക്ക് പോകുന്നുവോ അയാളെപ്പറ്റിയും സ്ഥലം വിട്ടു കഴിഞ്ഞുപോയി എന്ന് പറയാവുന്നതാണെന്നും അതിനാൽ ഇവിടെ മരിച്ചുപോയി എന്ന അർത്ഥമെടുക്കേണ്ടത് ഇല്ലെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഖല എന്ന പദത്തിന് ശബ്ദകോശത്തിൽ മരിച്ചുവെന്നും സ്ഥലം വിട്ടു കഴിഞ്ഞുപോയി എന്നും അർത്ഥമുണ്ടെങ്കിൽ ഈ രണ്ടർത്ഥത്തിൽ ഏതാണിവിടെ യോജിക്കുക എന്ന് തിട്ടപ്പെടുത്തുന്നതിന് പ്രസ്തുത വചനത്തിൻ്റെ സന്ദർഭത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നാണ്. ഖല എന്ന പദത്തിന് രണ്ടർത്ഥമാണ് ശബ്ദകോശം പറയുന്നത്. മരിച്ചുപോവുക എന്ന അർത്ഥത്തിന് രേഖ കാണിക്കേണ്ടതില്ല. മരിച്ചുപോവുക എന്ന അർത്ഥത്തിന് സുപ്രസിദ്ധമായ താജുൽ അറൂസ് എന്ന നിഘണ്ടു നോക്കുക. അതിൽ പറയുകയാണ്: ഖലാ ഫുലാനുൻ ഇദാ മാത്ത എന്ന് പറഞ്ഞാൽ ഇന്നവൻ മരിച്ചുപോയി എന്നാണ് അർത്ഥം.
തർക്കത്തിലുള്ള വചനം പരിശോധിക്കുകയാണെങ്കിൽ ആ വചനത്തിന് മുമ്പും പിമ്പും ഞങ്ങൾ പറയുന്ന അർത്ഥത്തെ വ്യക്തമായി അനുകൂലിക്കുന്നതായി കാണാൻ കഴിയും. നബി തിരുമേനിക്ക് മുമ്പെയുള്ള റസൂൽമാരെല്ലാം അന്തരിച്ചു പോയിരിക്കുന്നതിനാൽ അദ്ദേഹവും മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പിന്തിരിയുമോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഈ വാക്യത്തിലെ ഔഖ്തില എന്ന ഭാഗം തെളിയിക്കുന്നത് നബി തിരുമേനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെല്ലാം സ്വാഭാവികമായ മരണത്താലോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയാലോ ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞു പോയവരാണെന്നും അവർ ഈ ലോകത്ത് വിട്ടുപിരിഞ്ഞത് ഈ 2 മാർഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ കൂടി മാത്രമാണെന്നുമാണ്. കാലം ചെയ്ത പ്രവാചകന്മാരിൽ ഏതെങ്കിലും ഒരാൾ ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടിരുന്നുവെങ്കിലോ മേൽപ്പറഞ്ഞ മാർഗങ്ങളല്ലാത്ത മറ്റേതെങ്കിലും മാർഗത്തിൽ കൂടി അവരുടെ ഏർപ്പാട് സംഭവിച്ചിരുന്നുവെങ്കിലോ അള്ളാഹു തീർച്ചയായും ആ മാർഗത്തെപ്പറ്റി ഇവിടെ പറഞ്ഞിരിക്കുമായിരുന്നു. ചുരുങ്ങിയ പക്ഷം ഈസാ നബിയെ ഇതിൽ നിന്ന് ഒഴിവാക്കുകയെങ്കിലും ചെയ്തിരിക്കുമായിരുന്നു. എന്നാൽ അള്ളാഹു അപ്രകാരം ചെയ്തിട്ടില്ല. നേരെ മറിച്ച് സ്വാഭാവികനായ മരണത്തിൻ്റെയും അസ്വാഭാവികമായ മരണത്തിൻ്റെയും 2 മാർഗങ്ങൾ മാത്രം വിവരിക്കുകയാണ് ചെയ്തത്. ഈ വചനത്തിലെ ഖല എന്ന പദത്തിന് സ്വാഭാവികമായി മരിച്ചെന്നോ അല്ലെങ്കിൽ വധിക്കപ്പെട്ടെന്നോ അല്ലാത്ത അർത്ഥമെടുക്കാൻ നിവൃത്തിയില്ലെന്ന് ഇതിൽ നിന്ന് നല്ലതുപോലെ മനസ്സിലാകുന്നു. എന്നാൽ വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് ഈസാ നബി കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് അള്ളാഹു ഖണ്ഡിതമായി തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്, സൂറ നിസാ. അതുകൊണ്ട് ഈസാ നബി സ്വാഭാവിക മരണത്താലാണ് ഈ ലോകത്ത് നിന്ന് വേർപെട്ടതെന്ന് വ്യക്തമായി. വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാതാക്കളും ഇവിടെ ഖല എന്ന പദത്തിന് മരിച്ചു എന്ന് തന്നെയാണ് അർത്ഥം നൽകിയിട്ടുള്ളത്. ഈ വചനത്തെ വ്യാഖ്യാനിച്ചിടത്ത് അവർ എഴുതുകയാണ്, ഖദ് ഖലതി മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇമ്മാത ഔ ഖുതിലൻ ഖലബ്. മറ്റുള്ള പ്രവാചകന്മാർ മരണത്താലോ വധത്താലോ ഇഹലോകവാസം വെടിഞ്ഞതുപോലെ നബി തിരുമേനിയും ഇഹലോകവാസം വെടിയുന്നതാണ്. തഫ്സീർ ഖാസിം. സുപ്രസിദ്ധമായൊരു ചരിത്ര സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഈ വാക്യത്തിൻ്റെ അർത്ഥം നമുക്ക് കൂടുതൽ വ്യക്തമാകുന്നതാണ്. ബുഖാരിയിൽ ഇപ്രകാരം വിവരിക്കപ്പെട്ടിരിക്കുന്നു: നബി തിരുമേനി നിര്യാതനായ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ജോലി ഇനിയും പൂർത്തിയായിട്ടില്ലെന്നുള്ള വിചാരത്താൽ ഹദ്റത്ത് ഉമറും മറ്റു ചില സ്വഹാബികളും അദ്ദേഹം മരിച്ചിട്ടില്ലെന്ന് തന്നെ വിശ്വസിച്ചു. ഹദ്റത്ത് ഉമറിന് അദ്ദേഹത്തിൻ്റെ ഈ വിശ്വാസത്തിൽ അത്രമേൽ ഉറപ്പുണ്ടായിരുന്നു. അദ്ദേഹം വാളൂരി പിടിക്കുകയും നബി തിരുമേനി മരിച്ചു എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ അള്ളാഹുവാണ് ഞാനവൻ്റെ തല കൊയ്ത് കളയുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ആ സമയത്ത് ഹദ്റത്ത് അബൂബക്കർ ഹദ്റത്ത് ഉമറിനെ വിളിച്ചു പറഞ്ഞു, അല്ലയോ സത്യം ചെയ്യുന്ന മനുഷ്യ, അല്പം ക്ഷമിക്കൂ. അനന്തരം അദ്ദേഹം എല്ലാ സ്വഹാബികളെയും അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു ചെറിയ പ്രഭാഷണം നടത്തി. തുടർന്ന് മാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇമ്മാത ഔ ഖുതിലൻ ഖലബതും അലാ ആഖാബികും എന്ന വചനം ഓതുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ ഹദ്റത്ത് ഉമറിന് ബോധ്യമായി തൻ്റെ പ്രിയപ്പെട്ട യജമാനനും ഒരു റസൂല് മാത്രമായതുകൊണ്ട് മറ്റു റസൂൽമാരെ പോലെ തന്നെ മരണകവാടത്തിൽ കൂടി കടന്നു പോകേണ്ട ആളാണെന്ന്. ഹദ്റത്ത് ഉമറിന് പിന്നെ തൻ്റെ പാദങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. വിറച്ചുകൊണ്ട് താഴെ വീണുപോയി. ഇവിടെ സ്വാഭാവികമായി ഒരു ചോദ്യം ഉദിക്കുന്നു. മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെല്ലാം മരിച്ചു പോയിരിക്കുന്നു എന്നും നബി തിരുമേനിയും അതുപോലെ മരിക്കേണ്ട ആളാണെന്നുമാണ് ഹദ്റത്ത് അബൂബക്കർ ഈ വചനം കൊണ്ട് സമർത്ഥിച്ചിരിക്കുന്നത്. ആ സ്ഥിതിക്ക് മുമ്പേയുള്ള പ്രവാചകന്മാരിൽ ആരെങ്കിലും ആ സമയം വരെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ സഹാബാക്കൾ, പ്രത്യേകിച്ച് ഹദ്റത്ത് ഉമറും അദ്ദേഹത്തോട് അഭിപ്രായ ഐക്യമുള്ളവരും ഹദ്റത്ത് അബൂബക്കറിന്റെ ഈ അനുമാനം ശരിയല്ലെന്ന് പറയുമായിരുന്നില്ലേ? തീർച്ചയായും പറയുമായിരുന്നു. എന്നാൽ ആരും അങ്ങനെ പറഞ്ഞില്ല. പ്രത്യുത ഹദ്റത്ത് അബൂബക്കറിന്റെ നിഗമനം ശരിവെക്കുകയാണ് ചെയ്തത്. നബി തിരുമേനിയുടെ മരണത്തിന് ശേഷം ഒന്നാമതായി ഏതൊരു കാര്യത്തിൽ സഹാബത്ത് ഐക്യകണ്ഠേന യോജിച്ചുവോ ആ കാര്യം ഈസാ നബി ഉൾപ്പെടെയുള്ള മുൻ പ്രവാചകന്മാരെല്ലാം മരിച്ചുപോയിരിക്കുന്നു എന്നതിലാണ്. അവധാനപൂർവം ആലോചിച്ചു നോക്കുക. മുമ്പെയുള്ള പ്രവാചകന്മാരിൽ ഒരാളെങ്കിലും ജീവനോട് കൂടി ഇരിക്കുകയാണെന്ന് സങ്കല്പിക്കുന്ന പക്ഷം സഹാബാക്കൾ ഏകകണ്ഠമായി യോജിച്ച ഹദ്റത്ത് അബൂബക്കറിന്റെ ഈ നിഗമനം തെറ്റാണെന്ന് വരുന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ ഒരാളായിരുന്ന ഈസാ നബിയും മരിച്ചുപോയെന്ന് ഇതുകൊണ്ട് സ്പഷ്ടമായി. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, യുഈസാ ഇന്നി മുതവഫീക വറാഫിഉക ഇലയ്യ വമുതഹിറുക മിനല്ലദീന കഫറു വജാഇലുല്ലദീന തബഉക ഫൗഖല്ലദീന കഫറു ഇലാ യൗമിൽ ഖിയാമ. അല്ലയോ ഈസാ, ഞാൻ നിന്നെ മരിപ്പിക്കുകയും എന്നെ അടുക്കലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യും. അവിശ്വാസികളുടെ ആക്ഷേപത്തിൽ നിന്ന് നിന്നെ പരിശുദ്ധനാക്കുകയും ചെയ്യും. നിന്നെ വിശ്വസിച്ചവർക്ക് വിശ്വസിക്കാത്തവരുടെ മേൽ അന്ത്യകാലം വരെ വിജയം നൽകുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ 3:56. ഈസാ നബിയുടെ മരണം ഉയർത്തപ്പെടുന്നതിന് മുമ്പെയാണ് ഉണ്ടാവുക എന്ന് ഈ വചനത്തിൽ എത്ര വ്യക്തമായാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കുക. മുതവഫീക എന്ന പദം റാഫിഉക എന്ന പദത്തിന് മുമ്പേ പറഞ്ഞുകൊണ്ട് ആദ്യം മരണമാണ് ഉണ്ടാവുക എന്നും
അതിനുശേഷമാണ് ഉയർത്തപ്പെടലെന്നും സ്പഷ്ടമാക്കിയിരിക്കുന്നു. മരണത്തിന് ശേഷമുണ്ടാകുന്ന ഉയർത്തപ്പെടൽ ശാരീരികമല്ലെന്നുള്ള സംഗതി തർക്കമില്ലാത്തതാണ്. അവിടെ ആദ്യം പറഞ്ഞതിനെ ഒടുവിലും ഒടുവിൽ പറഞ്ഞതിനെ ആദ്യവുമാക്കുകയാണ് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള ഒന്നാമത്തെ സമാധാനം, കാരണം കൂടാതെ അള്ളാഹുവിൻ്റെ വചനത്തിൽ അങ്ങനെ കയ്യേറ്റം നടത്തുന്നത് യഹൂദികളുടെ കൈകടത്തലിന് തുല്യമാകുമെന്നുള്ളതാണ്. മുന്തിയതിനെ പിന്തിക്കുകയും പിന്തിയതിനെ മുന്തിക്കുകയും ചെയ്യണമെങ്കിൽ അതിന് പ്രത്യക്ഷമായ തെളിവ് വേണം. രണ്ടാമത്തെ സമാധാനം, ഈ വചനത്തിൻ്റെ ഘടന അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. മുത്തവഫീഖ് എന്ന പദം അതിൻ്റെ സ്ഥാനത്ത് നിന്നെടുത്ത് പ്രസ്തുത വചനത്തിൽ മറ്റെവിടെങ്കിലും വെച്ചാൽ അർത്ഥം ശരിയാവുകയില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ നിലവിലുള്ള ക്രമത്തെ സ്വീകരിച്ച് ഉയർത്തപ്പെടലിന് മുമ്പേ മരണം നടന്നുവെന്ന് സമ്മതിക്കുകയേ നിർവാഹമുള്ളൂ. അതുതന്നെയാണ് ശരിയും. മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നു, وَإِذْ قَالَ اللَّهُ يَا عِيسَى ابْنَ مَرْيَمَ وَأَنْتَ قُلْتَ لِلنَّاسِ اتَّخِذُونِي وَأُمِّيَ إِلَٰهَيْنِ مِن دُونِ اللَّهِ قَالَ سُبْحَانَكَ مَا يَكُونُ لِي أَنْ أَقُولَ مَا لَيْسَ لِي بِحَقٍّ إِنْ كُنتُ قُلْتُهُ فَقَدْ عَلِمْتَهُ تَعْلَمُ مَا فِي نَفْسِي وَلَا أَعْلَمُ مَا فِي نَفْسِكَ إِنَّكَ أَنْتَ عَلَّامُ الْغُيُوبِ مَا قُلْتُ لَهُمْ إِلَّا مَا أَمَرْتَنِي بِهِ أَنِ اعْبُدُوا اللَّهَ رَبِّي وَرَبَّكُمْ وَكُنْتُ عَلَيْهِمْ شَهِيدًا مَا دُمْتُ فِيهِمْ فلما توفيتني كنت أنت الرقيب عليهم وأنت على كل شيء شهيد. അള്ളാഹു പറയുന്ന അവസരം, ഓ മറിയമിൻ്റെ മകനായ ഈസ, എന്നെയും എൻ്റെ മാതാവിനെയും അള്ളാഹുവിന് കൂടാതെ രണ്ട് ദൈവങ്ങളായി സ്വീകരിക്കുക എന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? അദ്ദേഹം പറയും, നീ പരിശുദ്ധനാണ്. എനിക്ക് അവകാശമില്ലാത്തൊരു കാര്യം പറയുക അതെനിക്ക് ചേർന്നതല്ല. ഞാനങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും നീ അത് അറിഞ്ഞിരിക്കും. എന്നിലുള്ളത് നീ അറിയുന്നു, നിന്നിലുള്ളത് ഞാൻ അറിയുന്നില്ല. തീർച്ചയായും നീ പരോക്ഷകാര്യം നല്ലവണ്ണം അറിയുന്നവനാകുന്നു. നീ എന്നോട് ആജ്ഞാപിച്ചതെന്തോ അതല്ലാതെ വേറെ യാതൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അതായത് എൻ്റെയും നിങ്ങളുടെയും നാഥനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുവിൻ എന്ന്. ഞാൻ അവരിൽ ഉണ്ടായിരുന്നിടത്തോളം കാലം ഞാൻ അവരുടെ മേൽ സാക്ഷിയായിരുന്നു. എന്നാൽ നീ എന്നെ മരിപ്പിച്ചതിന് ശേഷം അവരുടെ മേൽനോട്ടക്കാരൻ നീ തന്നെയായി. നീ എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാകുന്നു. വിശുദ്ധ ഖുർആൻ 5:117. ഈ വചനം ഏറ്റവും വ്യക്തമായ നിലയിൽ ഈസാ നബിയുടെ മരണം വിളിച്ചോതുകയാണ്. എന്നിട്ടും മുസ്ലിങ്ങൾ അദ്ദേഹത്തെ ജീവനോടെ ആകാശത്തിൽ പിടിച്ചിരുത്തുകയാണ് ചെയ്യുന്നത്. ഈ വചനത്തിൽ ഈസാ നബിയുടെ മരണത്തെപ്പറ്റി കാണുവാൻ കഴിയുന്ന വ്യക്തതയേക്കാൾ കൂടുതലായൊരു വ്യക്തത വിഭാവനം ചെയ്യുക സാധ്യമല്ല. പക്ഷെ നമ്മുടെ ആലിമീങ്ങൾ അതിലും സംശയം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. ഉദാഹരണമായി അവർ പറയുന്നു, അള്ളാഹുവും ഈസാ നബിയും തമ്മിലുള്ള ഈ ചോദ്യോത്തരം പുനരുദ്ധാന നാളിൽ നടക്കാനുള്ളതാണ്. അതിനു മുമ്പേ ഈസാ നബി മരിക്കാനിടയുള്ളതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം മരിച്ചിരിക്കുന്നു എന്നതിലേക്ക് ഈ വചനം തെളിവാവുകയില്ല എന്ന്. ഇതിനുള്ള സമാധാനം എന്തെന്നാൽ, ഈ ചോദ്യോത്തരം പുനരുദ്ധാന നാളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും പ്രസ്തുത വചനം ഈസാ നബി അതിനു മുമ്പേ തന്നെ മരിച്ചുപോയിരിക്കുന്നുവെന്ന് വിളിച്ചോതുകയാണ്. ഞാൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നിടത്തോളം കാലം അവരുടെ പ്രവർത്തികൾക്ക് ഞാൻ സാക്ഷിയായിരുന്നുവെന്നും നീ എന്നെ മരിപ്പിച്ചതിന് ശേഷം അവരുടെ മേൽനോട്ടക്കാരൻ നീ തന്നെയാണ് എന്നുമാണ് ഈസാ നബിയുടെ മറുപടി. ഈ വാക്യത്തിൽ ഒന്നിനു പിന്നാലെ ഒന്നായി വന്ന രണ്ട് കാലങ്ങളെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് മാ ദുംതു ഫീഹിം, അദ്ദേഹം തൻ്റെ അനുചാരികൾക്കിടയിൽ ഉണ്ടായിരുന്ന കാലം. രണ്ടാമത്തേത് ഫലമ്മാ തവഫൈതനി, മരണത്തിന് ശേഷമുള്ള കാലം. ഈസാ നബി അദ്ദേഹത്തിൻ്റെ അനുചാരികൾക്കിടയിൽ ജീവിച്ചിരുന്ന കാലത്തിന് ശേഷം മരിക്കുന്നതിന് പകരം ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ് ചെയ്തിരുന്നതെങ്കിൽ അദ്ദേഹം മുകളിൽ പറഞ്ഞ മറുപടിക്കു പകരം ഞാൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നിടത്തോളം കാലം അവരുടെ പ്രവൃത്തികൾക്ക് ഞാൻ സാക്ഷിയായിരുന്നുവെന്നും നീ എന്നെ ആകാശത്തിലേക്ക് ഉയർത്തിയതിനു ശേഷം അവരെ നോക്കുന്നവൻ നീ തന്നെയാണ് എന്നുമാണ് പറയേണ്ടിയിരുന്നത്. എന്നാൽ അങ്ങനെയല്ല ഈസാ നബി പറഞ്ഞിട്ടുള്ളത്. ഈസാ നബിക്ക് തൻ്റെ അനുചാരികൾക്കിടയിൽ ജീവിച്ചിരുന്ന കാലത്തിനും അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ട കാലത്തിനും ഇടയിൽ നേരിട്ട് വന്നത് മരണമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല എന്നത് ഇതുകൊണ്ട് സ്ഥാപിതമാകുന്നു. ഈസാ നബിയുടെ മറുപടി വ്യക്തമാക്കുന്നത് അദ്ദേഹം തൻ്റെ അനുചാരികൾക്കിടയിൽ ജീവിച്ചിരുന്ന കാലത്തിനും അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ട കാലത്തിനും ഇടയിൽ അദ്ദേഹത്തിന് സംഭവിച്ചത് മരണമായിരുന്നു എന്ന് തന്നെയാണ്. ആദ്യത്തെ കാലത്തിൽ നിന്ന് രണ്ടാമത്തെ കാലത്തിലേക്ക് അദ്ദേഹം നീങ്ങിയതിനിടയിൽ സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ആകാശാരോഹണമായിരുന്നുവെങ്കിൽ അവരിലുണ്ടായിരുന്ന കാലം വരെ എന്നും നീ എന്നെ മരിപ്പിച്ചതിൽ പിന്നെ എന്നുള്ള ഈസാ നബിയുടെ മറുപടി ഭീമാബദ്ധമായി മാറും. മറ്റൊരു കാര്യം കൂടി ഇവിടെ ചിന്താർഹമായിട്ടുണ്ട്. അതായത് തന്നെയും തൻ്റെ മാതാവിനെയും അള്ളാഹുവിനു പുറമെ രണ്ട് ദൈവങ്ങളായി തൻ്റെ അനുയായികൾ ആരാധിച്ചിരുന്നു എന്ന കാര്യത്തെപ്പറ്റി അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ ഈസാ നബി അജ്ഞത പ്രകടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നീ എന്നോട് ആജ്ഞാപിച്ചതെന്തോ അതല്ലാതെ
വേറെ യാതൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അതായത് എൻ്റെയും നിങ്ങളുടെയും രക്ഷാകർത്താവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവിൻ എന്നതാണത്. ഞാൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നിടത്തോളം കാലം ഞാൻ അവരുടെ മേൽ സാക്ഷിയായിരുന്നു. എന്നാൽ നീ എന്നെ മരിപ്പിച്ചപ്പോൾ അവരുടെ മേൽനോട്ടക്കാരൻ നീ തന്നെയായി. തൻ്റെ അനുയായികൾ വഴിപിഴച്ചു പോയതിനെപ്പറ്റി അറിവില്ലായ്മ പ്രകടിപ്പിച്ചുകൊണ്ട് തൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയാണ് ഈസാ നബി ചെയ്തിരിക്കുന്നതെന്ന് ഈ മറുപടിയിൽ നിന്ന് നല്ലതുപോലെ വ്യക്തമാകുന്നുണ്ട്. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഈസാ നബിയുടെ മരണത്തിനു ശേഷമാണ് ക്രിസ്ത്യാനികൾ വഴിപിഴച്ചതെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ക്രിസ്ത്യാനികൾ വഴിപിഴച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ്. അവർ വഴിപിഴച്ചിട്ടില്ലെങ്കിൽ ഈസാ നബി ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കണം. അഥവാ അവർ വഴിപിഴച്ചു പോയിരിക്കുന്നുവെങ്കിൽ ഈസാ നബി മരിച്ചുപോയെന്ന് വിശ്വസിക്കുകയേ നിവർത്തിയുള്ളൂ. കാരണം ഈസാ നബിയുടെ മരണം ക്രിസ്ത്യാനികൾ വഴിപിഴക്കുന്നതിന് മുമ്പെയാണ് നടന്നതെന്ന് വിശുദ്ധ ഖുർആൻ സ്പഷ്ടമായി പറയുന്നു. എത്ര വ്യക്തമായാണ് ഈ ദൈവവാക്യം ഈസാ നബിയുടെ മരണം സ്ഥാപിക്കുന്നത്. പ്രസ്തുത ചോദ്യോത്തരം പുനരുത്ഥാന നാളിൽ നടക്കുന്നതാവട്ടെ അതിനു മുമ്പേയുള്ളതാവട്ടെ ഈസാ നബിയുടെ മരണം ക്രിസ്ത്യാനികൾ വഴിപിഴക്കുന്നതിന് മുമ്പേ നടന്നിരിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ക്രിസ്ത്യാനികളെ ഈസാ നബിയുടെ യഥാർത്ഥമായ ഉപദേശം കൈയൊഴിച്ച് അദ്ദേഹത്തെ ദൈവമാക്കി ആരാധിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്നതും പരമാർത്ഥമാണ്. നബി തിരുമേനിയുടെ ആഗമനത്തിന് മുമ്പേ തന്നെ അവർ ഈ പിഴച്ച വിശ്വാസത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കുക. ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലസ. അല്ലാഹു മൂവരിൽ മൂന്നാമനാണെന്ന് പറയുന്നവർ നിശ്ചയമായും അവിശ്വാസികളായിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം 74-ാം വചനം. ഈസാ നബി ചുരുങ്ങിയ പക്ഷം നബി തിരുമേനിയുടെ കാലത്തിന് മുമ്പേ തന്നെ മരിച്ചുപോയിരിക്കുന്നുവെന്ന് ഇതുകൊണ്ട് സ്ഥാപിതമായി തീർന്നു. അവസാന കാലത്ത് വരുമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട മസീഹ് ഈസാ നബി അല്ല എന്നുള്ളതാണ് ഈ വചനത്തിൽ നിന്ന് വ്യക്തമാകുന്ന മറ്റൊരു കാര്യം. ഈസാ നബി അവസാന കാലത്ത് വരികയാണെങ്കിൽ തൻ്റെ ജനങ്ങൾ വഴിപിഴച്ചു പോവുകയും അള്ളാഹുവിന് പുറമെ തന്നെ കൂടി ദൈവമാക്കുകയും ചെയ്ത വസ്തുത അദ്ദേഹം അറിയാതിരിക്കുകയില്ല. ആ നിലക്ക് പുനരുത്ഥാന നാളിൽ എങ്ങനെ അദ്ദേഹം അജ്ഞത പ്രകടിപ്പിക്കും? അറിവുണ്ടായിട്ടും അജ്ഞത പ്രകടിപ്പിക്കുകയാണെങ്കിൽ നൗസുബില്ല, അതൊരു കളവായിരിക്കും. അപ്പോൾ ഖിയാമത്തുനാളിനു മുമ്പേ വീണ്ടും അദ്ദേഹം വരികയില്ലെന്ന് വ്യക്തമായി. ഈസാ നബി ആകാശത്തേക്ക് പോയിട്ടുണ്ടെന്ന് കരുതുകയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പുനരാഗമനത്തിൻ്റെ മാർഗത്തിൽ പ്രസ്തുത വചനം അഭേദ്യമായൊരു ഭിത്തിയാണ്. തൻ്റെ ജനങ്ങൾ വഴിപിഴച്ചു പോയത് താൻ അറിയുകയില്ലെന്ന് പുനരുത്ഥാന നാളിൽ ഈസാ നബി പറയുമെന്നത് തീർച്ചയാണ്. അതുകൊണ്ട് തൻ്റെ ജനങ്ങൾ വഴിപിഴച്ചു പോയത് കാലാവസാനത്തിന് മുമ്പേ അദ്ദേഹം ഒരിക്കലും കാണുകയില്ലെന്നും തീർച്ചയായി. രണ്ടാമതും വരികയാണെങ്കിൽ തൻ്റെ ജനങ്ങൾ വഴിപിഴച്ചത് അദ്ദേഹം അറിയാതിരിക്കുകയില്ല. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ആഗമനോദ്ദേശം കുരിശിനെ മുറിക്കലായതുകൊണ്ട് ജനങ്ങളുടെ മാർഗഭ്രംശത്തെപ്പറ്റി അജ്ഞത പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. അതിനാൽ ഈസാ നബി ആകാശത്തേക്ക് പോയിട്ടുണ്ടെന്ന് വാദത്തിന് വേണ്ടി സമ്മതിക്കുകയാണെങ്കിൽ തന്നെ വരാനുള്ള മസീഹ് നിശ്ചയമായും വേറെയാളാണെന്നും ഈസാ നബി ആകാശത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു പോയെന്ന് വിശ്വസിക്കാതിരിക്കാൻ നിവൃത്തിയുള്ളൂ. ഒരു മനുഷ്യൻ ആകാശത്തായതുകൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്രാപിക്കുകയില്ലല്ലോ. ഇനി ഈ വചനത്തിൽ വന്നിട്ടുള്ള തവഫി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് കൂടി നോക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങളുടെ എതിരാളികൾ അതിന് പറയുന്ന അർത്ഥം പരിപൂർണമായി പിടിച്ചെടുക്കുക എന്നാണ്. എന്നാൽ അള്ളാഹു വാഖയും മനുഷ്യന് കർമ്മവുമായി വരുമ്പോൾ തവഫി എന്ന പദം ജീവനെടുക്കുക എന്നല്ലാതെ മറ്റൊന്നുമാവില്ല അറബി ഭാഷയിൽ എന്ന് നാം മനസ്സിലാക്കണം. ഇത് ഞങ്ങളുടെ വാദമാണ്. ഈ വാദം എല്ലാവിധത്തിലും തെളിയിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. അള്ളാഹു വാഖയും മനുഷ്യന് കർമ്മവുമായി വരുമ്പോൾ തവഫി എന്ന പദം ജീവനെടുക്കുക എന്നല്ലാത്ത മറ്റൊരർത്ഥത്തിൽ അറബി സാഹിത്യത്തിൽ എവിടെയെങ്കിലും പ്രയോഗിച്ചതായി കാണിച്ചു തരാൻ ഹദത്ത് അഹ്മദ് അലൈഹിസ്സലാം എതിരാളികളായ മൗലവിമാരെ അടിക്കടി വെല്ലുവിളിക്കുകയും അവർക്ക് വമ്പിച്ച സമ്മാനം കൊടുക്കാമെന്ന് വിളംബരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആരും ഇന്നോടം ഒരു ഉദാഹരണം പോലും കാണിച്ചിട്ടില്ല. ഇനിതാ ഞങ്ങളും ആ വെല്ലുവിളി ആവർത്തിക്കുന്നു. വല്ല ഉത്തരവും കിട്ടുമോ എന്ന് നോക്കാമല്ലോ. അറബി ശബ്ദകോശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട താജുൽ അറൂസിൽ എഴുതിയിട്ടുള്ളത് പ്രകാരമാണ്: തവഫാഹുല്ലാഹു അസ്സ വജല്ല ഇദാ ഖബള നഫ്സഹു.
തവഫാഹുല്ലാഹു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹു അവൻ്റെ ജീവനെ പിടിച്ചു എന്നാണ്. വീണ്ടും ഇങ്ങനെയും എഴുതിയിട്ടുണ്ട്, തവഫ ഫുലാനുൻ ഇദാ മാത, ആരെങ്കിലും മരണപ്പെട്ടാൽ തവഫിയ ഫുലാനുൻ എന്ന് പറയും. തവഫി എന്ന പദത്തിൻ്റെ അർത്ഥം ജീവനെടുക്കുക എന്ന് മാത്രമാണെന്ന് സ്പഷ്ടമായി കഴിഞ്ഞു. ഉറക്കത്തിലും ഒരു വിധത്തിലുള്ള ജീവനെടുപ്പികൾ നടക്കുന്നുണ്ട്. അതിനാൽ ചില സന്ദർഭങ്ങളിൽ ഉറക്കുന്നു എന്നതിനും ഈ പദം പ്രയോഗിക്കപ്പെടും. ഉറക്കത്തിലെ ജീവനെടുപ്പികൾ താൽക്കാലികവും അപൂർണവുമാകുന്നു. അതുകൊണ്ട് തവഫിയുടെ സ്ഥിരവും പൂർണ്ണവുമായ അർത്ഥം മരിപ്പിക്കുക എന്ന് തന്നെയാണ്. അതിനാൽ തവഫി എന്ന പദം ഉറക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുമ്പോൾ മരണസമയത്തെ പരിപൂർണമായ റൂഹിനെ പിടിക്കലല്ല എന്ന് വ്യക്തമാകുന്നതിന് വേണ്ടി സൂചനകൾ ഉണ്ടായിരിക്കുന്നതാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത് നോക്കുക, ഹുവല്ലദീ യതവഫാകും ബില്ലൈലി, രാത്രികാലത്ത് നിങ്ങളുടെ ജീവനെ പിടിക്കുന്നത് അള്ളാഹു തന്നെയാണ്. വിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം 61-ാം വചനം. ഇവിടെ തവഫി എന്ന പദം ഉറക്കത്തിലെ ജീവനെടുപ്പിക്കൽ എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രാത്രി എന്ന സൂചന നൽകപ്പെട്ടിരിക്കുന്നു. എന്നാൽ മരണത്തിലെ ജീവനെടുപ്പിക്കലിന് വേണ്ടി തവഫി എന്ന പദം പ്രയോഗിക്കുമ്പോൾ സൂചന കൊണ്ടുണ്ടായിരിക്കേണ്ട പദത്തിൻ്റെ ആവശ്യമേയില്ല. അള്ളാഹു പറയുന്നത് നോക്കുക, ഇമ്മാ നുരിയന്നക ബഅദല്ലദീന അഇദുഹും ഔ നതവഫയന്നക, അല്ലയോ പ്രവാചകന്മാരെ, അവിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ശിക്ഷകളിൽ ചിലത് നാം നിനക്ക് കാണിച്ചു തരും, അല്ലെങ്കിൽ നാം നിന്നെ മരിപ്പിക്കും. നിന്റെ മരണത്തിനു ശേഷം അവ നിറവേറ്റുമെന്നർത്ഥം. വിശുദ്ധ ഖുർആൻ 40.78. മറ്റൊരു സ്ഥലത്തിൽ അള്ളാഹു പറയുകയാണ്, റബ്ബന അഫ്രിഗ് അലൈന സ്വബ്രൻ വതവഫന മുസ്ലിമീൻ, ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് നീ ക്ഷമ പ്രദാനം ചെയ്താലും നിനക്ക് വഴിപ്പെട്ട നിലയിൽ ഞങ്ങളെ മരിപ്പിച്ചാലും. വിശുദ്ധ ഖുർആൻ 7.127. ഈ 2 വചനങ്ങളിലും തവഫി എന്ന പദം മരിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതിനോടുകൂടി ഒരു സൂചനയൂട്ടില്ലതാനും. തവഫി എന്ന പദത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഹസം പറയുന്നത് അതിൻ്റെ ഉദ്ദേശം ഒന്നുകിൽ ഉറക്കമോ അല്ലെങ്കിൽ മരണമോ ആണെന്നാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുകയാണ്, ഈസാ നബിയുടെ കാര്യത്തിൽ ഉറക്കം ഉദ്ദേശമാവാൻ നിവൃത്തിയില്ല, അതിനാൽ മരണമെന്ന അർത്ഥമെടുക്കുകയേ തരമുള്ളൂ. അൽ മുഹല്ല ജിൽദ് 1 ഭാഗം 23. കൂടാതെ തർക്കത്തിലുള്ള ആയത്തെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിലും തവഫി എന്ന പദം മരിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് അതിൽ പ്രയോഗിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാകുന്നതാണ്. ഞാൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നിടത്തോളം കാലം അവരുടെ കാര്യത്തിൽ ഞാൻ സാക്ഷിയായിരുന്നു. നീ എൻ്റെ ജീവനെ പിടിച്ചതിനു ശേഷം അവരുടെ നോട്ടക്കാരൻ നീ തന്നെയായി എന്നാണ് ഈസാ നബി പറയുന്നത്. ഇവിടെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നിടത്തോളം കാലം എന്നു പറഞ്ഞത് തന്നെ തെളിയിക്കുന്നുണ്ട് അവരിൽ നിന്ന് വേർപെട്ട് അവരുടെ ഇടയിൽ ഇല്ലാതെയാവുന്ന ജീവനെ പിടിക്കലാണ് ഉദ്ദേശ്യമെന്ന്. എന്തെന്നാൽ ഞാൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നിടത്തോളം കാലം എന്ന അർത്ഥം വരുന്ന മാദും തുഫീഹിം എന്ന വാക്കിൻ്റെ എതിരിലാണ് നീ എൻ്റെ ജീവനെ പിടിച്ചതിൻ്റെ ശേഷമെന്ന അർത്ഥം വരുന്ന ഫലമ്മ തവഫൈതനി എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഉറക്കത്തിലെ ജീവനെ പിടിക്കൽ ഉദ്ദേശ്യമായിരിക്കാൻ തരമില്ല. ഉറക്കത്തിലെ ജീവനെ പിടിക്കൽ അവരുടെ ജീവിച്ചിരുന്ന കാലത്തിൻ്റെ എതിരിലല്ല, അതിനുള്ളിൽ തന്നെ സംഭവിച്ചിട്ടുള്ളതാണ്. അവിടെയാവട്ടെ തവഫൈതനി എന്ന പദത്തെ മാദുംതു എന്ന പദത്തിൽ എതിരിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിനാൽ ഇവിടെ തവഫി എന്നതിനെ മരിപ്പിക്കുക എന്നു മാത്രമാണ് അർത്ഥമെന്നും ആ മരണത്തിൻ്റെ ഫലമായി ഈസാ നബി എന്നേക്കുമായി തൻ്റെ അനുയായികളിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു എന്നും സ്പഷ്ടമായി. എന്നിട്ടും തവഫി എന്ന പദത്തിന്മേൽ പിടിച്ചു തൂങ്ങുന്നത് അത് അങ്ങേയറ്റം ദുഷ്ഷാഢ്യമാണ്. തവഫി എന്ന പദം മറ്റു വേറെ ആരെയെപ്പറ്റി പ്രയോഗിക്കുമ്പോൾ അതിന് മരിപ്പിക്കുക എന്നും ഈസാ നബിയെപ്പറ്റിയാകുമ്പോൾ മാത്രം അതിനെ ആകാശത്തിലേക്ക് എടുപ്പിക്കുക എന്നും അർത്ഥം ക്ലിപ്തിക്കുന്നത് അത്ഭുതകരമായിരിക്കുന്നു. ഈസാ നബിയുടെ കാര്യത്തിൽ അന്ധമായ അനുകരണമാണ് കൈകൊണ്ടിട്ടുള്ളത് എന്ന സംഗതി പ്രത്യക്ഷമാണ്. വീണ്ടും നോക്കുക, ഞാൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നിടത്തോളം കാലം അവരുടെ മേൽ സാക്ഷിയായിരുന്നു. നീ എന്നെ മരിപ്പിച്ചതിനു ശേഷം അവരുടെ നോട്ടക്കാരൻ നീ തന്നെയായി എന്ന ഈസാ നബി പുനരുദ്ധാന നാളിൽ പറയുന്ന അതേ വചനം നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറയുന്നു. സ്വഹീഹ് ബുഹാരിയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഒരു ദിവസം നബി തിരുമേനി പറഞ്ഞു, പുനരുദ്ധാന നാളിൽ ഞാൻ ഹൗസുൽ കൗസറിനടുത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മുൻപിൽ ചില ആളുകൾ വരും. മലക്കുകൾ അവരെ ഉന്തിത്തള്ളുകയുമായിരിക്കും. അവരെ കാണുമ്പോൾ ഉസൈഹബി എന്ന് ഞാൻ നിലവിളിക്കും. അതിനെനിക്ക് മറുപടി ലഭിക്കും, ഇന്നക ലാ തദ്രീ മാ അഹ്ദസു ബഅദക ഇന്നഹും ലം യസാലു മുർതദ്ദീന അലാ ആഖാബിഹിം
നിങ്ങൾക്ക് ശേഷം അവർ പുതുതായി എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ അറിയുകയില്ല. നിങ്ങൾ അവരെ വിട്ടുപിരിഞ്ഞതിന് ശേഷം അവർ പിന്തിരിഞ്ഞു പോയവരാണ്. അപ്പോൾ അഖൂലു കമാ ഖാലൻ അബ്ദു സ്വാലിഹു ഈസബിനു മറിയം, അള്ളാഹുവിൻ്റെ നല്ലവനായ അടിയാൻ ഈസബിനു മറിയം പറഞ്ഞതുപോലെ ഞാൻ പറയും. ഞാൻ അവരുടെ ഇടയിലുണ്ടായിരുന്നിടത്തോളം കാലം അവരുടെ പ്രവർത്തികൾക്ക് ഞാൻ സാക്ഷിയായിരുന്നു. നീ എന്നെ മരിപ്പിച്ചതിന് ശേഷം അവരുടെ നോട്ടക്കാരൻ നീ തന്നെയായി. ബുഹാരി 3 കിതറബുൽ തഫ്സീർ. ഈ നബി വചനത്തിൽ നിന്ന് 2 കാര്യങ്ങൾ തെളിയുന്നു. ഒന്നാമതായി, ഏതൊരു തരത്തിലും ഏതൊരർത്ഥത്തിലുമാണോ തൻ്റെ ജനങ്ങൾ വഴിപിഴച്ചതിനെപ്പറ്റി നബി തിരുമേനെ അജ്ഞത പ്രകടിപ്പിക്കുന്നത്, അതേ തരത്തിലും അർത്ഥത്തിലുമായിരിക്കും ഈസാ നബിയും അദ്ദേഹത്തിൻ്റെ ജനങ്ങളുടെ മാർഗഭ്രംശത്തെപ്പറ്റി അജ്ഞത പ്രകടിപ്പിക്കുക. രണ്ടാമത്, തവഫി എന്ന പദത്തിൻ്റെ അർത്ഥം ആകാശത്തിലേക്ക് എടുപ്പിക്കുകയെന്നോ ഉറക്കുകയെന്നോ അല്ല, നേരെ മറിച്ച് മരിപ്പിക്കുക എന്നാണ്. നബി തിരുമേനി തന്നെ സംബന്ധിച്ചും തവഫി എന്ന പദം പ്രയോഗിച്ചുകൊണ്ട് ആ പദത്തിൻ്റെ അർത്ഥം ഇവിടെ തിട്ടപ്പെടുത്തിയിരിക്കുന്നു. ഈ കാരണത്താലാണ് ഇമാം ബുഖാരി ഈ ഹദീസിനെ ബുഖാരിയുടെ കിതാബുൽ തഫ്സീറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇങ്ങനെ ഈസാ നബി മരിച്ചു പോയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥാപിതമായതിനാൽ ഇനി നമുക്ക് നോക്കാനുള്ളത് ഹദീസ് ഈ കാര്യത്തെപ്പറ്റി എന്തു പറയുന്നു എന്നതാണ്. നബി തിരുമേനി പറയുകയാണ്, ഇന്ന ഈസബിനു മറിയം ആശ മിഅത്തിൻ വഇശ്രീന സന, തബറാനി വകൻസുൽ ഉമ്മാൽ. ഈസബിനു മറിയം 120 കൊല്ലം ജീവിച്ചിരുന്നു. തബറാനി. എത്ര വ്യക്തമായ നിലയിലാണ് ഈ ഹദീസ് ഈസാ നബി മരിച്ചു പോയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് നോക്കുക. വീണ്ടും നബി തിരുമേനി പറയുന്നു, ലൗകാന മൂസ വ ഈസ ഹയ്യൈനി ലമാ വസിഅഹുമാ ഇല്ല തിബായി. ഇബ്നു കസീർ. മൂസായും ഈസായും ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അവരിരുവർക്കും എന്നെ പിന്തുടരാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. സർഖാനി, ഷറഹ് മവാഹിബുൽ ദുനിയ, ജിൽദ് 6. അത്ഭുതം! ഇതിനേക്കാൾ വ്യക്തമായ മറ്റെന്ത് തെളിവാണ് ഈസാ നബിയുടെ മരണത്തെപ്പറ്റി വേണ്ടത്? നബി തിരുമേനി സംശയത്തിനിടം നൽകാത്ത നിലയിൽ പറയുന്നു, ഈസാ നബി ജീവിച്ചിരിക്കുന്നുവെങ്കിൽ തിരുമേനിയെ പിന്തുടരാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ലെന്ന്. ആദ്യത്തെ വചനത്തിലാകട്ടെ ഈസാ നബിയുടെ വയസ്സ് കൃത്യമായി പറയുകയും ചെയ്തിരിക്കുന്നു. അത് പൂർത്തിയായിട്ട് നൂറ്റാണ്ടുകൾ കഴിയുകയും ചെയ്തു. വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട മേൽരേഖകളാൽ മറ്റുള്ള മനുഷ്യരെ പോലെ തന്നെ ഈസാ നബിയും മരിച്ചുപോയിരിക്കുന്നുവെന്ന് സൂര്യപ്രകാശം പോലെ തെളിഞ്ഞിരിക്കുന്നു. ഇനി ഞങ്ങളുടെ എതിരാളികൾ പറയുന്നത് പോലെ ഈസാ നബി ആകാശത്തിൽ ജീവിച്ചിരിക്കുകയാണെന്നതിലേക്ക് വല്ലൊരു സൂചനയും നൽകുന്ന ഖുർആൻ വാക്യമോ ഹദീസോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവയ്ക്ക് നിർണായകമായ മേൽ കാണിച്ച ഖുർആൻ വാക്യങ്ങൾക്കും സഹീഹായ ഹദീസുകൾക്കും എതിരായ അർത്ഥം കൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. സംശയഗ്രസ്തമായ വചനങ്ങളെ നിർണായകമായ വചനങ്ങൾക്ക് വിധേയമാക്കി തീർപ്പു കൽപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അല്ലെങ്കിൽ നഊദു ബില്ലാ, അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ പരസ്പര വൈരുദ്ധ്യമുണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും. വിശുദ്ധ ഖുർആനിലെ വചനങ്ങളും നബി തിരുമേനിയുടെ ഹദീസുകളും അന്യഥാ വ്യാഖ്യാനിക്കപ്പെടാൻ നിവൃത്തിയില്ലാത്ത നിലയിൽ ഈസാ നബി മരിച്ചുപോയിരിക്കുന്നുവെന്ന് പറയുമ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് മറ്റു വല്ല ഖുർആൻ വാക്യങ്ങളും ഹദീസുകളും ഉണ്ടെങ്കിൽ തന്നെ അവയെല്ലാം മേൽപ്പറഞ്ഞ വചനങ്ങൾക്ക് വിധേയമാക്കേണ്ടത് നമ്മുടെ കടമയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട് നമുക്കങ്ങനെ ചെയ്യേണ്ട ആവശ്യം നേരിടുന്നില്ല. എന്തെന്നാൽ ഈസാ നബി ഇതുവരെയും ജീവിച്ചിരിക്കുകയാണെന്ന് സൂചിപ്പിക്കുന്ന ഒരൊറ്റ വചനം പോലും വിശുദ്ധ ഖുർആനിൽ എവിടെയും കാണുകയില്ല. ഉണ്ടെങ്കിൽ ആരെങ്കിലും അതൊന്നും ഞങ്ങൾക്ക് കാണിച്ചു തരട്ടെ. പക്ഷേ വിശുദ്ധ ഖുർആൻ മുഴുവൻ പരിശോധിച്ചാലും ഈസാ നബി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരൊറ്റ വചനവും കാണാൻ കഴിയുകയില്ല. അപ്രകാരം തന്നെ ഈസാ നബി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്ന സഹീഹായ ഒരു ഹദീസും കാണുകയില്ല. നേരെ മറിച്ച് ഈസാ നബിയുടെ മരണത്തെ പ്രകാശിപ്പിക്കുന്ന പല ഹദീസുകളും കാണുവാൻ കഴിയും. വഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുക്മിനന്ന ബിഹി ഖബല മൗതിഹി ഇന്നഹു ലഇൽമുൽ ലിസ്സാഅതി എന്നീ വചനങ്ങൾ കൊണ്ട് ഈസാ നബി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് തെളിയിക്കാൻ നമ്മുടെ എതിരാളികൾ നിഷ്ഫലമായി ശ്രമിക്കാറുണ്ട്. എന്നാൽ ഈ വചനങ്ങളെപ്പറ്റി അവയുടെ പൂർവാപര വചനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആലോചിക്കുകയാണെങ്കിൽ അവയ്ക്ക് ഈസാ നബിയുടെ ജീവിച്ചിരിപ്പുമായി യാതൊരു ബന്ധവുമില്ലെന്ന് മനസ്സിലാക്കാൻ കഴിയും. അഹ്ലി കിതാബും അവരുടെ മരണത്തിന് മുമ്പേ ഈസാ നബി കൊല്ലപ്പെട്ടു പോയിരിക്കുന്നുവെന്നാണ് വിശ്വസിക്കുക എന്നാണ് ആദ്യത്തെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം ആ വചനത്തിൻ്റെ മുമ്പേയുള്ള വചനത്തിൽ അവരുടെ ആ വിശ്വാസത്തെപ്പറ്റി വഖൗലിഹിം ഇന്നാ ഖതൽനൽ മസീഹ എന്ന് പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനുള്ള മറ്റൊരു തെളിവ് ഖബല മൗതിഹി എന്ന വാക്യത്തിൻ്റെ മറ്റൊരു പാഠം ഖബല മൗതിഹിം എന്നാണെന്നതാണ്. ഇബ്നു ജരീർ ജിൽദ് 6.
ഇവിടെ പറഞ്ഞിട്ടുള്ള മരണം കൊണ്ട് ഈസാ നബിയുടെ മരണമല്ല ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതെന്നും മറിച്ച് അഹ്ലെ കിതാബിൻ്റെ മരണമാണെന്നും അതിലേക്ക് ഇത് അനിഷേധ്യമായ ഒരു രേഖയാണ്. രണ്ടാമത്തെ വചനത്തിനും ഈസാ നബി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന അഭിപ്രായവുമായി യാതൊരു ബന്ധവുമില്ല. എന്തെന്നാൽ അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഒന്നുകിൽ ഖിയാമത്തിൻ്റെ അടയാളമായിട്ടുള്ള ഈസാ നബിയുടെ ബുറൂസിയായ രണ്ടാം വരവിനെ പറ്റിയല്ലെങ്കിൽ ഈസാ നബിയുടെ പിതാവില്ലാത്ത ജനനം ഖിയാമത്തിൻ്റെ അടയാളമായി ഉന്നയിക്കപ്പെട്ടതായിരിക്കണം. ഫലാ തംതറുന്ന ബിഹ, നിങ്ങൾ അക്കാര്യത്തിൽ സംശയിക്കരുത് എന്ന് തുടർന്നു വരുന്ന വാക്യം കൊണ്ട് വെളിവാകുന്നത് പോലെ. ചുരുക്കത്തിൽ മേൽപ്പറഞ്ഞ 2 വചനങ്ങൾ കൊണ്ടും ഈസാ നബി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഒരു വിധത്തിലും ആർക്കും തെളിയിക്കാൻ കഴിയുകയില്ല.